ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം കൊറോണ ആയത് കാരണം നമുക്കാർക്കും അങ്ങനെ കോളേജിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു കാര്യം പോസിബിൾ അല്ല, നിങ്ങൾക്കറിയാം. പക്ഷെ നമുക്ക് പഠിക്കാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ബയോകെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഞാൻ തന്നെയാണ് ബയോകെമിസ്ട്രി എടുത്തിരുന്നത്. നമുക്ക് സെക്കൻഡ് ഇയറിലും അതിൻ്റെ ഒരു പോർഷൻ ഉണ്ട്, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അപ്പോൾ നമുക്ക് ബയോകെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയറിൽ പഠിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കോർപ്പറേഷൻ വേണം. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. നോട്ടൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് സെക്കൻഡ് ഇയർ ബയോകെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് എൻസൈംസ് ആണ്, എൻസൈമോളജി. ഓക്കെ, എൻസൈമോളജി. അപ്പം എന്താണ് എൻസൈംസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻസൈംസ് എന്ന്. പണ്ട് ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ കേൾക്കുന്നതാണ്. എന്താണ് എൻസൈം? എന്താണ്? അപ്പം നമുക്കറിയാം, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കുറേ ബയോമോളിക്യൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അങ്ങനെ പല ടൈപ്പ് ബയോമോളിക്യൂൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ എൻസൈം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണ് എൻസൈംസ്? നിങ്ങൾക്കറിയാം, നമ്മുടെ ബോഡിയിൽ തന്നെ പല ടൈപ്പ് എൻസൈം ഉണ്ട് അല്ലേ? നമ്മളെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എൻസൈം വേണം. എൻസൈം ഇല്ലാത്തൊരു ഡൈജഷനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. എന്ത്? എൻസൈം. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അപ്പം പ്രോട്ടീൻ മോളിക്യൂൾ കൂടിച്ചേർന്നാലാണ് എന്താവുന്നത്? എൻസൈം ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം, പ്രോട്ടീൻ എന്ത് കൂടിച്ചേർന്നാലാണ് ഉണ്ടാവുക? അമിനോ ആസിഡ്സ് അല്ലേ? അപ്പോൾ അമിനോ ആസിഡ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അല്ല, അമിനോ ആസിഡ് കൂടിയാലാണ് എന്താവുക? പ്രോട്ടീൻ ആവുക. അതേമാതിരി പ്രോട്ടീൻസ് കൂടിച്ചേർന്നാലാണ് എന്തായി മാറുന്നത്? എൻസൈമായി മാറുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും, ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ഇല്ലേ? എല്ലാ എൻസൈമും എന്താണ്? പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പം എന്താണ് എൻസൈം? അതിനെക്കുറിച്ചുള്ള സ്റ്റഡി ഓഫ് എൻസൈമിനെ പറയുന്ന ബ്രാഞ്ചാണ് എന്ത്? എൻസൈമോളജി. ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റഡി ഓഫ് എൻസൈം ആണ് എൻസൈമോളജി. എൻസൈം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് കോംപ്ലക്സ് പ്രോട്ടീൻ മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ എന്താണ് എൻസൈംസ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്. എൻസൈംസിനെ മെയിൻ ആയിട്ട് ആറെണ്ണായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എൻസൈംസിന്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓക്സിഡോ റിഡക്റ്റേസ്. ഓക്സിഡോ റിഡക്റ്റേസ് അതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ട്രാൻസ്ഫറേസ്. എന്താണ്? ട്രാൻസ്ഫറേസ്. ഓക്സിഡോ റിഡക്റ്റേസ്, ട്രാൻസ്ഫറേസ്. മൂന്നാമത്തേതാണ് ഹൈഡ്രോലേസ്. ഹൈഡ്രോലേസസ്. മൂന്നാമത്തത് ഹൈഡ്രോലേസസ് ആണ്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ലയേസസ്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ലയേസസ്. അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ഐസോമെറേസസ്. ഐസോമെറേസസ്. then last one is ligases. അപ്പോൾ ഇങ്ങനെ 6 എണ്ണായിട്ടാണ് എൻസൈമിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓക്സിഡോ റിഡക്റ്റേസ് പറഞ്ഞു നോക്കൂ. ഓക്സിഡോ റിഡക്റ്റേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോലേസസ്, ലയേസസ്, ഐസോമെറേസസ്, ലിഗേസസ്. ക്ലിയർ ആയോ? ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ഷോർട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇത് വെച്ച് ഓർക്കാം. ഒത്തിരി കേട്ടോ, ഒത്തിരി. അതായത് എല്ലാത്തിൻ്റെയും
ഫസ്റ്റ് ലെറ്റർ ആണ്. ജസ്റ്റ് 6 പേരും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ടാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിന് പറ്റുകയാണെങ്കിൽ ഓർത്താൽ മതി. അപ്പോൾ ഓക്സിഡോ റിഡക്റ്റേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോലേസസ്, ലയേസസ്, ഐസോമറേസസ്, ലിഗേസസ്. ക്ലിയർ ആയോ? 6 എണ്ണം. ഇങ്ങനെ 6 എണ്ണമായിട്ടാണ് എൻസൈമിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻസൈം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം. എൻസൈമിനെ മെയിനായിട്ട് 6 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. നിങ്ങൾക്ക് കാണാം, എഴുതിയിട്ടുണ്ട്. ഈ 6 ക്ലാസിഫിക്കേഷനായിട്ടാണ് മെയിൻലി എൻസൈമിനെ ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡോ റിഡക്റ്റേസ്, ഓക്സിഡോ റിഡക്റ്റേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോലേസസ്, ലയേസസ്, ഐസോമറേസസ്, ലിഗേസസ്. ഇങ്ങനെ 6 എണ്ണമായിട്ടാണ് എൻസൈമിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ ഗ്രൂപ്പ് ഓഫ് എൻസൈമും ഏത് റിയാക്ഷനാണ് കാറ്റലൈസ് ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് ആയിട്ട്. ഓക്കെ, പിന്നെ ഈ 6 പേരും 6 ഗ്രൂപ്പും നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഞാൻ പറഞ്ഞുതരാം. ഒത്തില്ലി. ഓക്കെ, ഒത്തില്ലി എന്ന് പറഞ്ഞാൽ ഓക്സിഡോ റിഡക്റ്റേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോലേസസ്, ലയേസസ്, ഐസോമറേസസ്, ലിഗേസസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ടാണ് കേട്ടോ. അങ്ങനെ ഈ 6 എണ്ണാണ് മെയിനായിട്ട് എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കാം, അത് ഏത് റിയാക്ഷനാണ് കാറ്റലൈസ് ചെയ്യുന്നത് നോക്കാം, അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡോ റിഡക്റ്റേഴ്സ് ആണ്. അപ്പോൾ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അതിലെന്താണുള്ളത്, ഓക്സിഡേഷനും റിഡക്ഷനും. ഓക്കെ, അപ്പോൾ ഈ എൻസൈം ക്യാരി ചെയ്യുന്ന 2 റിയാക്ഷൻസ് ആണ് ഓക്സിഡേഷനും റിഡക്ഷനും. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ നിങ്ങൾക്ക് അറിയാം, അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ലോസ് ഓഫ് ഇലക്ട്രോൺ, ഇതൊക്കെ എന്താണ് ഓക്സിഡേഷൻ്റെ ഡെഫിനിഷനാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരിക, റിഡക്ഷൻ വരിക. അപ്പോൾ നോക്കുക, ഓക്സിഡോ റിഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റം ഓർ ഇലക്ട്രോൺസ് ഫ്രം വൺ സബ്സ്ട്രേറ്റ് ടു അനദർ. അതായത് ഹൈഡ്രജനോ ഓക്സിജനോ ഇലക്ട്രോൺസിനെയോ ഒക്കെ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് വേറൊരു സബ്സ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറഞ്ഞാൽ എൻസൈമിൻ്റെ ഫംഗ്ഷൻ. ഇതിൻ്റെ എക്സാമ്പിളാണ് ഡീഹൈഡ്രോജിനേസസ് ആൻഡ് ഓക്സിഡേസ്. ഓക്കെ, ഇത് 2 എണ്ണമാണ് ഓക്സിഡോ റിഡക്റ്റേസ് ഗ്രൂപ്പിൽ വരുന്ന എൻസൈമിന് എക്സാമ്പിൾ വരുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ഗ്രൂപ്പാണ് ഓക്സിഡോ റിഡക്റ്റേസ്. ഇത് ക്യാരി ചെയ്യുന്നത് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ള റിയാക്ഷൻ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് ഓഫ് എൻസൈമിൻ്റെ ഫംഗ്ഷൻ. ഇതെന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രജൻ ഓർ ഓക്സിജൻ ഓർ ഇലക്ട്രോൺസ് ഫ്രം വൺ സബ്സ്ട്രേറ്റ് ടു അനദർ. ഇതിന് എക്സാമ്പിളാണ് ഡീഹൈഡ്രോജിനേസ് ആൻഡ് ഓക്സിഡേസ്. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോവാം. സെക്കൻഡ് ഗ്രൂപ്പാണ് ട്രാൻസ്ഫറേസ്. നിങ്ങൾക്കറിയാം, പേര് തന്നെ ഉണ്ട്. ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ഇതെന്താണ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ഓഫ് സ്പെസിഫിക് ഗ്രൂപ്പ് ഫ്രം വൺ സബ്സ്ട്രേറ്റ് ടു അനദർ. അതായത് ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് വേറൊരു സബ്സ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, ട്രാൻസ്ഫറേസ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് എൻസൈമിൻ്റെ ഫംഗ്ഷൻ. ഇതിന് എക്സാമ്പിളാണ് ട്രാൻസാമിനേസ്, അതുപോലെ തന്നെ കൈനേസ്. ഓക്കെ, അപ്പം ഒരു ഗ്രൂപ്പിനെ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് വേറൊരു സബ്സ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് ആര് ചെയ്യുന്നത്, ട്രാൻസ്ഫറേസ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഹൈഡ്രോലേസസ്. ഹൈഡ്രോലേസസ് എന്താണ്, ഹൈഡ്രോളിസിസ് വാട്ടർ വെച്ചിട്ടുള്ള കെമിക്കൽ ബ്രേക്ക് ഡൗണിനാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രോളിസിസ്. അപ്പോൾ ഹൈഡ്രോലേസസ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് എൻസൈം എന്താണ് ചെയ്യുന്നത്, ഒരു സബ്സ്ട്രേറ്റിൻ്റെ ഹൈഡ്രോളിസിസ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഹൈഡ്രോലേസസ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് എൻസൈം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോളിസിസ് ഓഫ് എ സബ്സ്ട്രേറ്റ് ആണ് ഹൈഡ്രോലേസസ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ. ഇതിന് എക്സാമ്പിളാണ് എസ്റ്ററേസ്, പെപ്സിൻ ആൻഡ് ട്രിപ്സിൻ. ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്.
ഓക്കെ, ഇനി നാലാമത്തെ ഗ്രൂപ്പിലേക്ക് പോവാം. നാലാമത്തെ ഗ്രൂപ്പാണ് ലയേസസ്. എന്താണ് ലയേസസ്? ലയേസസ് എന്ന് പറഞ്ഞാൽ ലയേസസും നോക്കാം, ലിഗേസസും നോക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ളൊരു എളുപ്പം എന്ന് വെച്ചാൽ ലയേസസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഭവത്തിൻ്റെ റിമൂവലും, ലിഗേസസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സംഭവങ്ങൾ ജോയിൻ ചെയ്യുന്നതിനുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ ലയേസസ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റിമൂവൽ ഓഫ് സ്മോൾ മോളിക്യൂൾ ഫ്രം ലാർജ് സബ്സ്ട്രേറ്റ്. അതായത് ലാർജ് സബ്സ്ട്രേറ്റിൽ നിന്ന് സ്മോൾ മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആര് കാറ്റലൈസ് ചെയ്യുന്ന ഫംഗ്ഷൻ? ലയേസസ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് എൻസൈമിൻ്റെ ഫംഗ്ഷൻ. ഇതിന് എക്സാമ്പിളാണ് ഡീകാർബോക്സിലേസസ്, ആൽഡോലേസസ്, ഫ്യൂമറേസസ്. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ഡീകാർബോക്സിലേസസ്, ആൽഡോലേസസ്, ഫ്യൂമറേസസ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ഗ്രൂപ്പ് ഓഫ് എൻസൈമിൻ്റെ പേരാണ് ഐസോമറേസസ്. എന്താണ്? ഐസോമറേസസ്. ഐസോമറേസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിൽ അഞ്ചാമത്തെ ഗ്രൂപ്പാണ് ഐസോമറേസസ്. ഐസോമറേസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ദ മോളിക്കുലാർ ഫോം ഓഫ് ദി സബ്സ്ട്രേറ്റ്. അതായത് ഒരു സബ്സ്ട്രേറ്റിൻ്റെ മോളിക്കുലാർ ഫോമിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഐസോമറേസസ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് എൻസൈമിൻ്റെ ഫംഗ്ഷൻ. അതായത് ചേഞ്ച് ഓഫ് ദി മോളിക്കുലാർ ഫോം ഓഫ് ദി സബ്സ്ട്രേറ്റ്. ഒരു സബ്സ്ട്രേറ്റിനെ കെമിക്കലി ചേഞ്ച് വരുത്തുക, അതിൻ്റെ മോളിക്കുലാർ ഫോമിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? ഐസോമറേസസ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് എൻസൈം ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിളാണ് എപ്പിമറേസസ്, ഫോസ്ഫോ ഹെക്സോ ഐസോമറേസ് ആൻഡ് ഫ്യൂമറേസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് എൻസൈമാണ് ലിഗേസസ്. ലിഗേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജോയിനിങ് ഓഫ് ടു മോളിക്യൂൾസ് ബൈ ദി ഫോർമേഷൻ ഓഫ് ന്യൂ ബോണ്ട്സ്. ഒരു ന്യൂ ബോണ്ട് വഴി രണ്ട് മോളിക്യൂൾസിനെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ലിഗേസിൻ്റെ ഫംഗ്ഷൻ. അതിന് എക്സാമ്പിളാണ് DNA ലിഗേസ് ആൻഡ് ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ്. ഇങ്ങനെ 6 എണ്ണമായിട്ടാണ് നമുക്ക് എൻസൈമിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം: ഓക്സിഡോ റിഡക്റ്റേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോലേസസ്, ലയേസസ്, ഐസോമറേസസ്, ലിഗേസസ്. ഈ 6 എണ്ണത്തിന് ഓർത്ത് വെക്കാനുള്ള ഷോർട്ടാണ് ഒത്തിലി. ഓക്കെ, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ഒരു കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഈ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് റിയാക്ഷനാണ് കാറ്റലൈസ് ചെയ്യാന്നുള്ളത്. ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ റിയാക്ഷനിൽ ഓക്സിഡേഷനും ഉണ്ടാവും റിഡക്ഷനും ക്യാരി ചെയ്യുന്ന എൻസൈം ആയിരിക്കും എന്ത്? ഓക്സിഡോ റിഡക്റ്റേസ്. ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ. ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്ട്രേറ്റിൻ്റെ ഹൈഡ്രോളിസിന്. ലയേസസ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് സബ്സ്ട്രേറ്റിൽ നിന്ന് സ്മോൾ മോളിക്യൂളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഐസോമറേസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലാർ ഫോമിൽ തന്നെ ചേഞ്ച് വരുത്തിയിട്ട് ഒരു സബ്സ്ട്രേറ്റിൻ്റെ മോളിക്കുലാർ ഫോമിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഐസോമറേസിൻ്റെ ഫംഗ്ഷൻ. ലിഗേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിനിങ് ഓഫ് ടു മോളിക്യൂൾസ്, രണ്ട് മോളിക്യൂൾസിനെ ഒരു ന്യൂ ബോണ്ട് വഴി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ലിഗേസിൻ്റെ ഫംഗ്ഷൻ. ഓരോ ഗ്രൂപ്പ് ഓഫ് എൻസൈമിനെയും എക്സാമ്പിൾ 2 എണ്ണം വീതം നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എളുപ്പമുള്ള എക്സാമ്പിൾ നോക്കിയിട്ടും ഇതിൻ്റെ ഫംഗ്ഷൻ ഏത് ഗ്രൂപ്പ് ഓഫ് എൻസൈമാണ് ക്യാരി ചെയ്തതിൻ്റെ ഫംഗ്ഷൻ ഉള്ളതും പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻസൈം എന്താന്ന് പറഞ്ഞു, എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ എൻസൈമിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. എന്താണ് എൻസൈം, എന്താണ് സബ്സ്ട്രേറ്റ്, എന്താണ് ആക്റ്റീവ് സൈറ്റ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കാം. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ എന്ത് പറയുന്നത്? എൻസൈം എന്ന് പറയുന്നത്. ഈ ഡാർക്ക് അല്ലാത്ത ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണ് എന്ത്? എൻസൈം എന്ന് പറയുന്നത്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ഇവിടുത്തെ സബ്സ്ട്രേറ്റ്. ഓക്കെ, ഈ സബ്സ്ട്രേറ്റ് എൻസൈമിൽ ബൈൻഡ് ചെയ്യാൻ വരുന്ന ഈ സൈറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, അപ്പം എൻസൈം, സബ്സ്ട്രേറ്റ്, ആക്റ്റീവ് സൈറ്റ്. ഈ ആക്റ്റീവ് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിലേക്കാണ് ആര് വന്ന് ബൈൻഡ് ചെയ്യുക? സബ്സ്ട്രേറ്റ് വന്നിട്ട് ബൈൻഡ് ചെയ്യുക. അപ്പം എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ്, എൻസൈമും കൂടി സബ്സ്ട്രേറ്റും കൂടി ചേർന്നു. എന്നിട്ട് ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് ഉണ്ടാവുക. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്നാണ് എൻസൈമും പ്രൊഡക്റ്റും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇവിടെയുള്ള സബ്സ്ട്രേറ്റ് എന്തായിട്ട് മാറി? പ്രൊഡക്റ്റ് ആയിട്ട് മാറി. എൻസൈം എന്തായി?
റിലീസ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ടൻസിനാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഈ സബ്സ്ട്രേറ്റിലേക്ക് എന്ത് വരും, എൻസൈം വരും. ഓക്കെ, അപ്പോൾ ഈ സബ്സ്ട്രേറ്റിലേക്ക് എൻസൈം വന്നിട്ട് ബൈൻഡ് ചെയ്യും. എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിലേക്കാണ് എന്ത് ബൈൻഡ് ചെയ്യുക, സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുക. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, എൻസൈം ഹൈലി സ്പെസിഫിക് ആണ്, സ്പെസിഫിസിറ്റി. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ആക്റ്റീവ് സൈറ്റിന്റെ ഡിസൈൻ ഉള്ള ഈ എൻസൈമിലേക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സബ്സ്ട്രേറ്റ് വരികയാണെങ്കിൽ ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ. അപ്പൊ കണ്ടോ, ഇതാണ് ഹൈലി സ്പെസിഫിക് എന്ന് പറയുന്നത്. ഇവിടുത്തെ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് എങ്ങനെയാണോ അതേമാതിരിയുള്ള സബ്സ്ട്രേറ്റ് വന്നാലേ ഇവിടെ എന്ത് ഫോം ചെയ്യുള്ളൂ, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുള്ളൂ. അപ്പൊ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ സബ്സ്ട്രേറ്റ് ഒന്നും കൂടെ ഈ സൈഡിലേക്ക് ഇറങ്ങി ഇതൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് മാറും. ഇതാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പൊ റിയാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ എന്താവും, ഈ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ എൻസൈം ഇവിടുന്ന് റിലീസായി നെക്സ്റ്റ് റിയാക്ഷനിലേക്ക് നമുക്ക് പോവുകയും ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമുക്ക് എൻസൈമിന്റെ ഡയഗ്രത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ റിയാക്ഷൻ ഓരോ സ്റ്റെപ്പും ഞാൻ കാണിച്ചു തരുന്നത്.